ഇതാണ് ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ഫോൺ. നല്ല ഫോൺ എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് നിങ്ങൾ 15-20 വിചാരിക്കല്ലേ, വെറും 6690 രൂപ എന്ന് പറയുന്ന റേറ്റിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ അടക്കമുള്ള നല്ല സെറ്റപ്പുള്ള ഒരു ഫോൺ കിട്ടും. മിനിമം ആവശ്യങ്ങൾക്ക് ആ റേറ്റിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇത് പരിഗണിക്കാതെ പോകാനേ പറ്റില്ല, കാരണം അത്യാവശ്യം നന്നായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. സോ ഇതാണ് ഇൻഫിനിക്സിന്റെ സ്മാർട്ട് 9 HD എന്ന് പറയുന്ന ഫോൺ. ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. സ്മാർട്ട് 9 HD, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഡുവൽ സ്പീക്കർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ കൈ കിട്ടുന്നു. നല്ല നൈസ് ഡിസൈൻ ആണ് കേട്ടോ. കുറച്ച് പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ബാക്കി ബോക്സിൽ ചാർജർ, ചാർജിങ് കേബിൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതേപോലെ സിം ടൂള്, ഡോക്യുമെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. കേസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ കേസ്, ഫ്ലെക്സിബിൾ ആയ കേസ് അല്ല, സ്ട്രോങ് ആയ സ്റ്റഡി ആയ കേസാണ് കൊടുത്തിരിക്കുന്നത്. സോ അത്രയും കാര്യമാണ് ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 9 HD എന്ന് പറയുന്ന ഫോൺ. 6699 രൂപയാണ് വില. ഈ ഒരു പ്രൈസിന് ഒരു മൾട്ടി ലെയർ ഗ്ലാസ് ഫിനിഷാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് സ്മഡ്ജസും കാര്യങ്ങളും എങ്ങനെയൊക്കെ പിടിച്ച് ഉപയോഗിച്ചാൽ സ്മഡ്ജസ് ഒന്നും വരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ ഒരു ഫോൺ മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്നാണ് പറയേണ്ടത്. കാരണം ഈ ഒരു ഫോണിന്റെ 6 സൈഡ് ഡ്രോപ്പുകൾ ഈ കമ്പനി നടത്തി നോക്കിയിട്ടെന്നാണ് പറയുന്നത്. അതും 1.5 മീറ്റർ ഹൈറ്റ് എന്നുള്ള ഡ്രോപ്പുകൾ. ഈ 6 മീറ്റർ ഡ്രോപ്പ് ഇഷ്ടംപോലെ തവണ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊന്നും പറ്റിയില്ല. അതായത് മോസ്റ്റ് ഡ്യൂറബിൾ ആയ, പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ ഫോൺ താഴെ വീഴുന്ന അവസ്ഥയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു സ്ട്രോങ് ആയ ഫോണെന്ന് അവർ അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ ഇതിൽ IP54 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളമൊക്കെ തെറിച്ചാലും പെട്ടെന്നൊന്നും കംപ്ലൈന്റ് വരുന്ന അവസ്ഥയില്ല. 188 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ 8.35 mm ആണ് ഇതിന്റെ സ്ലിം തിക്നെസ്, അതായത് അത്രയും സ്ലിം ആണെന്ന് സാരം. ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിം, മെമ്മറി കാർഡ് 3 ഒരുമിച്ച് ഉപയോഗിക്കാം. താഴെ 3.5 ഇഞ്ചാക്ക് മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നു. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് നൈസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വിഷയമൊന്നുമില്ല. സോ ഡീസൻ്റ് ആയ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. വോളിയം ബട്ടണും ആ സൈഡിൽ തന്നെ കാണാം. ടോപ്പിൽ സ്പീക്കർ ഗില്ല്, ഡുവൽ സ്പീക്കറാണ്. സ്പീക്കറിന്റെ ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. ഫ്രണ്ടിലാണെങ്കിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 6690 രൂപയുടെ ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ സെറ്റപ്പ് തീർച്ചയായിട്ടും ആ പ്രൈസിൽ കാണാൻ കിട്ടാത്ത സംഗതികളാണ്. സോ അത് എന്തായാലും നന്നായി. ഈ റേഞ്ചിൽ വാങ്ങിക്കുന്ന ആൾക്കാർ എപ്പോഴും നോച്ച് ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ. സോ അപ്പോൾ ഓവറോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വൈസ് എങ്ങനെയാണ്? മോസ്റ്റ് ഡ്യൂറബിൾ ആയ, ലേറ്റസ്റ്റ് ട്രെൻഡി, അത്യാവശ്യം പ്രീമിയം ഫീലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഫോൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ക്യാമറ മോഡ്യൂൾ നോക്കിയാൽ പുതിയ സ്റ്റൈലിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ്. സൂം ഫ്ലാഷ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് നമ്മൾ ക്യാമറയിൽ ഫ്ലാഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലാഷിന്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. കണ്ടോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ബാക്കിൽ ഫ്ലാഷിന്റെ സ്ട്രെങ്ത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് കാണാം. സോ ഈ രീതിയിൽ സൂം ഫ്ലാഷ് എന്ന് പറയുന്ന സംവിധാനം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാമറ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം ഈ പ്രൈസ് ആണല്ലോ, വലിയൊരു ക്യാമറ ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും കിട്ടിയ സാമ്പിളുകൾ ഇവിടെ കണ്ടു നോക്കൂ. അത്യാവശ്യം നല്ല ക്യാമറ സാമ്പിൾസ് ആണെന്ന് തോന്നുന്നു. സോ ഈ പ്രൈസിന് ഈ ഒരു ക്യാമറ സാമ്പിൾസിന്റെ ക്വാളിറ്റി മതിയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ സെഗ്മെന്റിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുക്കുന്നത്. അതായത് 6600 റേഞ്ചിൽ നിന്നും 8 മെഗാ പിക്സലിൽ 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കണ്ടുവരുന്നത്. ഇവിടെ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സാമ്പിൾ ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സംഭവം? സോ ആ പ്രൈസിന് ഈ തരത്തിലുള്ള ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. വീഡിയോ സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പും, ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ്, സെൽഫി, മെയിൻ ക്യാമറ എല്ലാത്തിൻ്റെ എടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെന്റിൽ തന്നെ ഫ്രണ്ട് ഫ്ലാഷ് വരുന്ന ഒരു ഫോണാണ്. കണ്ടോ, ഫ്രണ്ടിലും ഫ്ലാഷ് ഉണ്ട്. സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് അടിച്ചെടുക്കാം. ബാക്കിൽ സൂം ഫ്ലാഷ്, ഫ്രണ്ടിൽ നോർമൽ ഫ്ലാഷ്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഫോണിന്റെ ക്യാമറ സെറ്റപ്പ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിന്റെ ബാറ്ററി നോക്കിയാൽ ഡീസൻ്റ് ആയ 5000 mAh ബാറ്ററിയും 10 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ നോ ഇഷ്യൂ. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ പറഞ്ഞ പോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. അത് തന്നെ 6.7 ഇഞ്ച് വരുന്ന 90 ഹെർട്സിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. സോ 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആ പ്രൈസിന് കിട്ടുന്നുണ്ട്. സോ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ആണ്. സോ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. അതിന്റെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 500 ബ്രൈറ്റ്നസ് ആണ്. ഈ പ്രൈസിനൊക്കെ ഈ ഒരു ബ്രൈറ്റ്നസ് ലെവൽ തന്നെ കാണുള്ളൂ. വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. ഞാൻ ഈ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വില കൺസിഡർ ആ വിലയ്ക്ക് ഇത് എത്രത്തോളം നന്നായിരിക്കുന്നുള്ളതാണ് ഞാൻ ഈ നന്നായിട്ടുണ്ട് ഓരോ സെക്ഷനും പറയുന്നത്. അത് പ്രത്യേകം മൈൻഡിൽ വെക്കുക. നിങ്ങൾ 20,000 രൂപയുടെ സാധനത്തിന്റെ സംഭവങ്ങൾ ഈ 6000 രൂപയ്ക്ക് പ്രതീക്ഷിക്കരുത്. പക്ഷേ 6000 രൂപയ്ക്ക് ഇതുവരെ നമ്മൾ കണ്ട ഫോൺ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും പഠിക്കേണ്ട. പിന്നെ ഇതിൽ ഡുവൽ സ്പീക്കറാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ചു തരാം. നൈസാണ്. സോ ഈ പ്രൈസിന് ഡുവൽ സ്പീക്കറൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമാണ്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം, ഇതിന്റെ ഡൈനാമിക് ബാർ, ഈ പഞ്ച് ഹോൾ ക്യാമറയുടെ ഭാഗത്ത് ഒരു ഡൈനാമിക് ബാർ പോലെ നമ്മൾ ചാർജ് ഇടുമ്പോൾ ചാർജിന്റെ ഒരു ആനിമേഷൻ കാണിക്കുക, അതേപോലെ ഫേസ് അൺലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആനിമേഷൻ കാണിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഡൈനാമിക് ബാർ ഉണ്ട്. നിങ്ങൾക്ക് അത് ഓൺ ചെയ്ത് വെച്ചാൽ ആ ഒരു ബാറിന്റെ ഹെൽപ്പും കൂടി കിട്ടും. ഒരു രസമായിരിക്കും. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് നോക്കിയാൽ MediaTekന്റെ G50 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ യൂസിന് നൈസായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. നിങ്ങൾ വല്ലാണ്ട് ഗെയിമിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത്. വേണമെങ്കിൽ ടെമ്പിൾ റൺ പോലുള്ള സാധാരണ ഗെയിമൊക്കെ വർക്ക് ചെയ്യും. ഞാൻ ഇവിടെ കളിച്ചു.
നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, നൈസായിട്ട് കളിക്കാൻ പറ്റുന്നൊരു വിഷയമില്ല. പക്ഷേ ഗെയിമിംഗ് ഒന്നും നോക്കണ്ട. ഈ വിലയ്ക്ക് ഒരു നല്ല സാധാരണ യൂസിന് വേണ്ടി നിങ്ങൾ നല്ല ഫോൺ നോക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. കൂട്ടത്തിൽ അത്യാവശ്യം സ്മൂത്തായ പെർഫോമൻസും കിട്ടുന്നുണ്ട്. LPDDR4X റാമാണ് വരുന്നത്. ഒപ്പം തന്നെ 3 GB റാമിൻ്റെ ഫോണാണ്. 3 GB റാമിൽ നമുക്ക് MEM Fusion റാം എന്ന് പറയുന്ന റാം എക്സ്പാൻഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിന് 6 GB റാം ആക്കാം. സ്റ്റോറേജിൽ നിന്ന് 3 GB കൂടി ആഡ് ചെയ്ത് 6 GB റാം ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം തന്നെ XOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. സോ ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സാധാരണ യൂസിന് വേണ്ടി നിങ്ങൾ ഫോൺ നോക്കുന്നെങ്കിൽ ഈ വിലയെ നിങ്ങളുടെ കയ്യിലുള്ളൂവെങ്കിൽ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ ഈ ഫോൺ 3 കളറിലാണ് വരുന്നത്. മിൻറ്റ് ഗ്രീൻ, ഹീറോ കളറാണ്, അതേപോലെ കോറൽ ഗോൾഡ്, മെറ്റാലിക് ബ്ലാക്ക്, അങ്ങനെ 3 കളറുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഫോൺ 4G ഫോൺ ആണ്. ഈ ഒരു പ്രൈസിന് 4G ഫോണുകൾ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതിൽ ബെസ്റ്റ് ആയിട്ട് ഐറ്റമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഞാൻ പറഞ്ഞു. ഓവറോൾ ഈ വില കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഡീസൻറ്റ് ഫോണായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതിനേക്കാൾ മികച്ചത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം. പക്ഷേ ഈ വിലയ്ക്ക് 5 ഹോൾ ക്യാമറയും ഈ പറഞ്ഞ കാര്യങ്ങളടക്കം വേറെ ഫോൺ ഇത്രയും നന്നായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെക്ക് ചെയ്യുക, നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഓവറോൾ നന്നായിട്ട് തോന്നി, അത് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. സോ ബഡ്ജറ്റ് റേഞ്ചിൽ ഫോൺ എടുക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന തോന്നും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ, എല്ലാവരും കമൻറ്റ് കൂടി നോക്കണേ. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 9 HD എന്ന ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.